ഗുഡ് മോർണിംഗ് ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ വ്ളോഗ്. നമസ്കാരമുണ്ട്. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ച് വ്ളോഗിന് വന്നത്. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, എവിടെയാണ് നിങ്ങൾ കാണാനില്ല, അങ്ങനെ ഇങ്ങനെ അയക്കണം. സത്യം പറഞ്ഞാൽ കുറേ ബിസിയായിരുന്നു. യാവിൻ്റെ എക്സാംസ് നടക്കുന്നുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ പെട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്ത മാതിരി തന്നെ നമ്മളിന്ന് എവിടെയെന്നറിയോ? നമ്മൾ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളിന്ന് ട്രാവൽ ചെയ്യണത്. ആക്ച്വലി മണിപ്പൂരിലേക്ക്. ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്ന എൻ്റെ വൈഫിൻ്റെ സ്ഥലം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് കണ്ടൻറ്റും കിട്ടും. പിന്നെ വൈഫിൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ ഞാനും യാവിനും പിന്നെ യാവിൻ്റെ അങ്കിളും ആൻറ്റിയും അവരിപ്പോൾ ഇത് ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ യാത്ര തുടങ്ങാം. നമ്മുടെ കണ്ടൻറ്റ് ഇന്ന് മുതൽ നമ്മൾക്ക് അതിന് തുടങ്ങാം. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ. ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയാണ് ഡൽഹിയിൽ. ഈ സമയത്ത് സാധാരണ മഴ ഉണ്ടാവാത്തതാണ്, പക്ഷേ ഭയങ്കര മഴ. നമ്മൾ ചെക്കനൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ ടീം ഹോട്ടൽസിൽ വന്നിരുന്നു. ഒരു കോഫി അടിക്കാൻ തിരിച്ചു. ഇതാണ് നമ്മുടെ ബ്രദറിൻ്റെ. അങ്ങനെ കാഴ്ച നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇനി നേരെ ഇംഫാലിൽ എന്നിട്ട് നിങ്ങൾക്ക് ഇംഫാൽ എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ആദ്യം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഗുവാഹട്ടി ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇംഫാൽ ഫ്ലൈറ്റ് വേറെ പിടിക്കേണ്ടി വരും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പം അറിഞ്ഞത് എങ്ങനെയാണ്. ബട്ട് ഐ വിൽ കീപ് യു പോസ്റ്റഡ്. ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ അത്രയും നല്ലത്. 2.5-3 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റാണിത്. ഒരു പ്രാവശ്യം ഇംഫാൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇംഫാൽ കാണിച്ചു തരാം. ചില മണിപ്പൂർ നമുക്കൊന്ന് കാണാം. അവിടെ പ്രശ്നങ്ങളൊക്കെ നടക്കണമെന്നാണ് കേട്ടത്, പക്ഷേ ലെറ്റ്സ് സീ ഹൗ തിങ്സ് വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എൻ്റെ ബ്രദറിൻലോവും സിസ്റ്ററിൻലോവും രണ്ടുപേരും മുമ്പിലിരിക്കുന്നു, ഞാനും യാവിനും പിന്നിലിരിക്കുന്നു. അപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ഗായ്സ്, ഫൈനലി നമ്മൾ ഇംഫാൽ എയർപോർട്ടിലെത്തി. ഇതാണ് ഇംഫാൽ എയർപോർട്ട്. ഇപ്പോൾ മണിപ്പൂരിൻ്റെ തലസ്ഥാനം എന്ന് പറയാം. ഇവിടുന്ന് ഇനി നമുക്ക് 3.5 മണിക്കൂർ 4 മണിക്കൂർ ഓൾമോസ്റ്റ് 7,000 ഫീറ്റ് അബവ് സീ ലെവൽ നമ്മൾക്ക് ട്രാവൽ ചെയ്യണം. ഇവരുടെ ഇവിടെ ഈ ബൊലേറോയും ഇതൊക്കെ കണ്ട കുന്നുകളൊക്കെ കണ്ട. അപ്പോൾ ഏതൊരു ഇങ്ങനത്തെ ഒരു കുന്നിലാണ് നമ്മളുടെ വൈഫിൻ്റെ വീടുള്ളത്. ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത്. നമ്മുടെ ബ്രദറിൻലോ സിസ്റ്ററിൻലോ. What happened? Just speaking. I thought you are feeling pukish. No. Yo. ഇവിടുത്തെ എയർപോർട്ട് സംഭവം വളരെ ചെറിയ എയർപോർട്ടാട്ടോ. ഇവിടെ എന്നുവെച്ചാൽ അങ്ങനെ 2 ബെൽറ്റുള്ളൂ. ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ കഴിച്ചു. ഇവിടെ ഈ പ്രശ്നങ്ങൾ കാരണം ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ കാരണം 2 ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് പോകാൻ പറ്റില്ല. നമ്മൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പോകേണ്ടി വരും. കാരണം ഇവിടെ ഈ മൈറ്റി ഗ്രൂപ്പും പിന്നെ ഈ കുക്കി ഗ്രൂപ്പിൻ്റെയും ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു 3-4 കൊല്ലം മുമ്പ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആൻറ്റി മോദിയും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ കൂടെ നടത്തിയിരുന്നു. അപ്പോൾ അത് കാരണം വീട്ടിൽ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഹെലികോപ്റ്ററിൽ പോകേണ്ടി വരും. അങ്ങനെ പാമിൻ്റെ കസിൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ കസിൻ്റെ ഫാദറായിരുന്നു, ആളിപ്പില്ല, ആളായിരുന്നു ഇവിടുത്തെ മിനിസ്റ്റർ ഫസ്റ്റ്. ആളിന് മുമ്പായിരുന്നു പാമിൻ്റെ ഗ്രാൻഡ് ഫാദർ, ആൾ മിനിസ്റ്ററായിരുന്നു. അപ്പോൾ ഇവർ ഷായിസ ഫാമിലി, ഇവർ ഭയങ്കര വലിയ ഫാമിലി ഇവിടെ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഇവിടെ ഉണ്ടല്ലോ വന്നപ്പോൾ, ഞാൻ മണിപ്പൂരിലല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ഗവൺമെൻറ് ഓഫ് മണിപ്പൂരിൻ്റെ ടെമ്പററി ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന കാരണം പിന്നെ കുറേ ഇൻസർജൻസി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതെടുക്കണം. ഇപ്പോൾ
യാവിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ കസിൻസ് എല്ലാവരും ഞാൻ മുകളിലുണ്ട്. അവനും 7 കൊല്ലം കേട്ട് നമ്മൾ വരുന്നിപ്പോൾ. ഇവരെ ഫാമിലി ഭയങ്കര വലിയ ഫാമിലിയാണ്. മൈ സിസ്റ്റർ ഇല്ലോ. നമ്മളിപ്പോൾ ഇവിടുത്തെ റോഡ് സൈഡ് മാർക്കറ്റിലൊന്ന് വെറുതെ കറങ്ങാൻ വന്നതാണ്. അപ്പോൾ നമ്മുടെ കസിൻ പറഞ്ഞു ഇവിടെ വന്നാൽ ഇങ്ങനെ കുറേ സെക്കൻഡ് ഹാൻഡ് കണ്ട സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് ഇവർ. സെക്കൻഡ് ഹാൻഡും പിന്നെ ഫസ്റ്റ് ഹാൻഡും അറിഞ്ഞു എന്താണ്. ഇവിടെ പൊടിക്ക് യാതൊരു കുറവൊന്നുമില്ല. ഇത് കണ്ട പുഴയാണ് ഇത്, പക്ഷെ പുഴയുടെ കൊലം നോക്കിയാൽ ഇവിടെ ക്ലീനിങ് ഒന്നുമില്ല. നമ്മുടെ നാട് മാതിരി ഒന്നുമില്ല. ഇപ്പോൾ ഇത് കച്ചറാക്കി ഫുള്ള് ആൾക്കാർ. നമ്മളിവിടെ ഈ അടുത്തുള്ള ഒരു കടയിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ എല്ലാം സെക്കൻഡ് ഹാൻഡ് ഷൂസും പിന്നെ ഒറിജിനലും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കോപ്പി ഉണ്ട്, കോപ്പി നമ്പർ 1. അതുകൊണ്ട് നല്ല വില കുറവുണ്ട് ഇവിടെ. ഇവിടെ ഈ ബർമ എടുത്തായതുകൊണ്ട് ബർമയിൽ നിന്ന് ഇഷ്ടംപോലെ ഇങ്ങനെ ഷൂസും ക്ലോത്തിങ്ങും ഒക്കെ നല്ല വില കുറവിന് കിട്ടും. ഇതാണ് ഇവരുടെ കസിൻ, ഫസ്റ്റ് കസിൻ. അവൻ്റെ ഒപ്പം നമ്മൾ വന്നത്. ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കറി ഇതൊക്കെ വയ്ക്കുന്നുണ്ട് ഇവർ. ഇവിടുത്തെ ഇത് ഭയങ്കര വലിയൊരു ഇതാണിത്. എന്ന് വെച്ചാൽ ഈ പയറുണ്ടല്ലോ, ബേസിക്കലി ഇവിടെ ഇംഫാലിൽ സെയിം നമ്മുടെ ഡൽഹി മാതിരി തന്നെ. ഇതുമാതിരി തന്നെ റോഡ് സൈഡിൽ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ അതൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നീറ്റ് പണ്ട് വന്നതിലും കൂടുതലും നീറ്റാണ് ഇപ്പോൾ. പണ്ട് ഞാൻ വന്നപ്പോൾ ഭയങ്കര കച്ചറയായിരുന്നു. ഇപ്പോൾ പിന്നെയും കുറച്ച് റോഡൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ റോഡ് സൈഡിൽ കച്ചറ അങ്ങനെ ഒന്നുമില്ല. ബെറ്റർ ദാൻ ഡൽഹി എന്ന് പറയാം നമുക്ക്. എൻ്റെ ബ്രദറിനോടെ വൈഫ് സ്കൂളിലെ ടീച്ചറിനെ. അപ്പോൾ അവൾ ഫോർമൽ ഡ്രസ്സ് ഇവിടുന്ന് ഇഷ്ടം പോലെ കിട്ടി അവൾക്ക്. വളരെ പഠിക്കുന്നു. എത്ര 150-200 റുപ്യൊക്കെ ഉള്ളൂ ഇതിനൊക്കെ ഓരോരുത്തിൻ്റെ വില. നാളെ രാവിലെ 10 മണിക്കാണ് നമ്മളുടെ ഫ്ലൈറ്റ് ഇവിടുന്ന്, ഹെലികോപ്റ്റർ. ഇന്നും പോകാൻ പറ്റില്ല. ഇന്നലെ അത് അവിടുന്ന് എത്ര നമ്മുടെ വഴിയിൽ വരുന്ന വഴിക്ക് കുറേ ഈ കുക്കി ട്രൈബിൻ്റെ ആൾക്കാർ ഫ്ലാഗും പിടിച്ച് അടിയിലേക്ക് ഇറങ്ങി വരുന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റോഡ് ഇവിടുന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുക കംപ്ലീറ്റ്ലി. അപ്പോൾ നമുക്ക് ഹെലികോപ്റ്റർ എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ, വേറൊരു വഴിയില്ല. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ലഞ്ചൊക്കെ കഴിച്ചപ്പോഴത്തേനും സംഭവം ഉണ്ടാകും. നല്ല മഴയും തുടങ്ങി ഇവിടെ. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നാളെ നമ്മളുടെ പോകേണ്ട ഹെലികോപ്റ്റർ ട്രിപ്പ് അതും ക്യാൻസലായി. അവരുടെ നിന്ന് കോൾ വന്നു, എന്തോ ടെക്നിക്കൽ ഡിഫിക്കൽറ്റിയും പിന്നെ സീസൺ കാരണം, ഈ മഴ കാരണം ഒന്ന് അവരത് ക്യാൻസലാക്കി. അപ്പോൾ നാളെ ഇനി നമ്മൾ നോക്കണം എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തണം. ഒന്നെങ്കിൽ ബൈ റോഡ് വഴി കഴിഞ്ഞു വഴിയുള്ളൂ. അത് എങ്ങനെ കഴിഞ്ഞു നമ്മൾ പോകണമെന്നാണ് നോക്കണത്. കാരണം 2 വഴിയുണ്ട്. ഒരു വഴി ബ്ലോക്ക്ഡാണ്. രണ്ടാമത്തെ ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസർജൻസി കാരണം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവിടെ ഒരു ട്രക്ക് മലർന്ന് കിടക്കുന്ന കാരണം ആ റോഡും ബ്ലോക്ക്ഡാണ്. ഇനി വേറൊരു വഴിയുള്ളൂ. ആ മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ 7 മണിക്കൂറിൻ്റെ ട്രിപ്പാണ്. അല്ലെങ്കിൽ 2 മണിക്കൂറിൻ്റെ ട്രിപ്പുള്ളത് വേറെ റോഡ് 4 മണിക്കൂറായിരുന്നു. അതും കൂട്ടിരിക്കുന്നത്. ഇപ്പോൾ വേറൊരു വഴിയുള്ളൂ, 7 മണിക്കൂറിൻ്റെ ട്രിപ്പാണ്. കാരണം ഇതൊക്കെ കുന്നുകളിൽ കൂടെ പോണ വഴികളാണ്. അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ. അപ്പോൾ ബേസിക്കലി ഈ ട്രിപ്പ് ഭയങ്കരമായിട്ട് ഒരു അഡ്വഞ്ചർ ട്രിപ്പായി മാറാൻ പോകുന്നു. പക്ഷെ എനിക്ക് ഈ വണ്ടിയിൽ 7 മണിക്കൂർ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഒരു തലവേദനയാണ്. ഒന്നാമത്തെ ഇവരുടെ ഈ കുന്നിൽ കൂടെ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ റോഡൊന്നും ശരിക്കുമില്ല. വെറും എന്താണ് പറയുക, ഈ കല്ലുകൾ വെച്ചിട്ടുണ്ടാക്കിയ വഴികളാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡേഞ്ചറസും കൂടിയാണ് അത്. എനിവേസ് ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഇവരുടെ വീട് അത് കണ്ട മാങ്ങയുടെ മരം, പല സംഭവങ്ങളുണ്ട് ഇവിടെ. ഇത് അവരുടെ സ്കൂള്.
അപ്പോൾ ബേസിക്കലി ഒരു എക്സ് സി എമ്മിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഈ താമസിക്കുന്നത്. അപ്പോൾ ഗായ്സ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഞാൻ വിചാരിച്ചു കുറച്ച് പുറത്തൊക്കെ പോകാമെന്ന്, പക്ഷേ പിന്നെ മഴയും പെയ്തു. ഇവിടെ അങ്ങനെ അധികം കറങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ അങ്ങനെ ഷോപ്പിങ്ങും ഇങ്ങനത്തെ ഉള്ളൂ. അപ്പോൾ മെയിൻ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഇവരുടെ നാച്ചുറൽ ബ്യൂട്ടി ഒക്കെ കാണുന്ന വെച്ചാൽ നമുക്ക് ശരിക്കും കുന്നിലേക്ക് തന്നെ പോകണം. അപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ നാളത്തെ വ്ളോഗിന് വെയിറ്റ് ചെയ്യുക. ഇന്നത്തേക്ക് ഇവിടെ ഞാൻ നിർത്തുന്നു. Thank you for being my subscriber, and if you're new, please do not forget to subscribe, like and comment. കാണാം ചെറിയൊരു വീഡിയോയിലേക്ക് ശേഷം. ബൈ.